മെറ്റ ആഡ്സിന്റെ ഒരു റീസെന്റ് അപ്ഡേറ്റ് ആയിരുന്നു മെറ്റ ആൻഡ്രോമെഡ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. മെറ്റ ആൻഡ്രോമെഡ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് റൺ ചെയ്യുമ്പം ആഡ് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട ഓഡിയൻസിലേക്ക് തന്നെ നമ്മുടെ ആഡ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഈ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇത് 2024 എൻഡിൽ മെറ്റ കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോഴും അത് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ 2024 എൻഡിലാണ് കൊണ്ടുവന്നെങ്കിലും എല്ലാ ആഡ് അക്കൗണ്ട്സിനും എല്ലാ അഡ്വർടൈസേഴ്സിനും ഇതിന്റെ ഒരു എഫക്റ്റും ഇന്റൻസിറ്റിയും അപ്പോൾ തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 1 or 2 monthsനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ ആഡ് അക്കൗണ്ടിലും നല്ല രീതിയിൽ ഈ ആൻഡ്രോമെഡയുടെ അപ്ഡേറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ആഡിന് റിസൾട്ട് കിട്ടാതായി, അവരുടെ CPM കൂടി, അവരുടെ കോസ്റ്റ് പെർ ലീഡ് കൂടി, റിസൾട്ട് കിട്ടാതായി, റോങ് ഓഡിയൻസിനെ കാണിക്കാൻ എമൗണ്ട് കൂട്ടിയിട്ട് എമൗണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത സിറ്റുവേഷൻ ഓൾമോസ്റ്റ് എല്ലാ ആഡ് അക്കൗണ്ട്സിലും ഫേസ് ചെയ്യാൻ തുടങ്ങി. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസിന്റെ പ്രൊഫൈലും അത് ഭയങ്കരമായിട്ട് റിലവന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഡ്സ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നുണ്ട് എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ടോക്ക് തന്നെയാണ്. ഞാൻ സംസാരിച്ച കുറേ പേർക്കും എല്ലാവർക്കും ഒരേ ടൈമിൽ ഫീൽ ചെയ്തില്ലെങ്കിലും എല്ലാവർക്കും കഴിഞ്ഞ 2 monthsലായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമ്മളിപ്പോഴും മെറ്റ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ബിസിനസ്സിലത്തെ ലീഡ് കിട്ടുന്ന എല്ലാം നമ്മൾ മെറ്റ ആഡ് വഴിയാണ് മെജോറിറ്റി കമ്പനീസും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇത്രയും ഒരു ഇഷ്യൂസ് നടക്കുന്ന ഒരു ടൈമിൽ നമ്മൾ തിങ്ക് ചെയ്ത് തുടങ്ങേണ്ട കാര്യമാണ് നമ്മുടെ ലീഡ്സ് കിട്ടുന്ന മോഡ് ഡൈവേഴ്സിഫൈ ചെയ്യാവുന്ന. മെറ്റ ആഡ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ വേറെ ഏതൊക്കെ വഴി നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലീഡ് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യം എല്ലാ കമ്പനീസും ഇപ്പോൾ തൊട്ട് തിങ്ക് ചെയ്ത് തുടങ്ങുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഞാനും എൻ്റെ ടീമും ഇന്റേണലി നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു AI ഏജന്റിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഈ AI ഏജന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ലീഡ് ജനറേഷൻ AI ഏജന്റ് ആണ്. നമ്മൾ ഇന്റേണലി ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന AI ഏജന്റ് ആണ്. കഴിഞ്ഞൊരു 6 monthsോളമായിട്ട് നമ്മൾ ഈ ഒരു AI ഏജന്റ് നമ്മൾ ഇന്റേണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, UI UX പ്രോജക്ട്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു AI ഏജന്റ് വഴി നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ലീഡ്സ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു. ആ ലീഡ്സ് എല്ലാം നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് ആയിരുന്നു. നമ്മൾ അവരായിട്ട് കോൾ കണ്ടക്ട് ചെയ്തു, കുറെ പേരൊക്കെ കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇതെല്ലാം ജെനുവിൻ ക്വാളിറ്റി ലീഡ്സ് ആണ്. ഇത് ഈ പറഞ്ഞ ലീഡ്സ് എല്ലാം തന്നെ ഈ നമ്മൾ ആഡ് ഒക്കെ റൺ ചെയ്യുന്ന പോലെ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് റൺ ചെയ്യുന്നില്ല. വൺ ടൈം നമ്മളൊരു AI ഏജന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഓർഗാനിക് ആയിട്ട് വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് ആണിത്. നമ്മൾ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ AI ഏജന്റ് വെച്ചിട്ടുള്ളൊരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലീഡ്സിനെല്ലാം കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലീഡ്സ് കിട്ടുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. സോ റൈറ്റ് നൗ നമ്മൾ ഈ ഒരു AI ഏജന്റ് ബാക്കിയുള്ള കമ്പനീസിന് നമ്മൾ കസ്റ്റമായി ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു AI ഏജന്റ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ലീഡ്സ് കിട്ടുന്നുണ്ടാവും. അത് പല പ്ലാറ്റ്ഫോംസിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ലീഡ്സ്, ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തെല്ലാം തന്നെ നമുക്ക് 1 lakh plus വരുന്ന ഒരു സർവീസ് ചാർജ് മേടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ക്ലയൻസിനെയാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള സർവീസസ് ഏതൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ഇതല്ലാതെയും വേറെ സർവീസസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇഫ് യുവർ കമ്പനി ഓർ ഇഫ് യുവർ ബിസിനസ് നീഡ് എ ലീഡ് ജനറേഷൻ AI ഏജന്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ കമന്റ് ഇൻ ദിസ് വീഡിയോ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ഈ AI ഏജന്റിനെ പറ്റി ഷെയർ ചെയ്യുന്നുണ്ടാവും.